അന്ധവിശ്വാസത്തിന്റെ അടിമയായിരുന്നു ചെന്താമര. ബന്ധുക്കൾ അത് പറയുന്നുണ്ട്. ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം മുടി നീട്ടി വളർത്തിയ യുവതിയാണ് എന്ന് ജോത്സ്യൻ പറഞ്ഞതാണ് നെന്മാറയിലെ കൊലപാതകങ്ങൾക്ക് പിന്നിൽ. ചെന്താമര വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഇയാളുടെ ഭാര്യ പിണങ്ങിപ്പോയതെന്ന് ബന്ധുക്കൾ 24-നോട് പറഞ്ഞു. ചെന്താമരയുടെ കുടുംബം തകർന്നതിന് പിന്നിൽ മുടി നീട്ടി വളർത്തിയ ഒരു യുവതിയാണെന്ന് ജോത്സ്യൻ പറഞ്ഞിരുന്നു. അത് വിശ്വസിച്ച ചെന്താമര തൊട്ടടുത്ത വീട്ടിലെ സജിതയെ സംശയിച്ചു. സജിത ഫോണിൽ സംസാരിക്കുമ്പോൾ അത് തന്റെ ഭാര്യയോടാണെന്ന് ചെന്താമര കരുതി. ജോത്സ്യന്റെ വാക്ക് വിശ്വസിച്ച് സജിതയുടെ കുടുംബത്തെ നശിപ്പിക്കണമെന്ന് ചെന്താമരയുടെ മനസ്സിൽ പകയേറി. ജോത്സ്യനെ ആദ്യം പോയി കണ്ടു. ഇന്നമാതിരി നിറയെ മുടിയുള്ള ഒരാളാണ് ചെയ്ത് പറഞ്ഞിട്ടാണ് ഈ കുട്ടിനെ വൈരാഗ്യം വന്നത്. ഏത് പിന്നെ ഇവള് ഫോണ് വിളിക്കുന്നു, ചെറുക്കിനു, ഇവള് പുറപ്പെട്ടു പോണു, ഇങ്ങനെയുള്ളൊരു സംശയം ഇതായി. അപ്പോൾ ഇവളാണ് എൻ്റെ ഭാര്യനെ മുടുക്കാനുള്ള ഇത് പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. 2019 സജിതയെ കൊലപ്പെടുത്തിയെങ്കിലും ചെന്താമരയിൽ വൈരാഗ്യമടങ്ങിയില്ല. സജിതയുടെ ഭർത്താവ് സുധാകരന്റെ അമ്മ ലക്ഷ്മിയുടെയും കൊലപാതകത്തിലേക്കാണ് ആ പകയെത്തിയത്. അവൻ്റെ ഈ കൊടുവാളും ഇതും കയ്യിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഈ സാധനം കൊണ്ടേ ഞാനേ പോയി കഴിഞ്ഞാൽ ബൈക്കിൽ പോവാണെങ്കിൽ വെട്ടി വീഴ്ത്തു അറിയോ എന്ന് പറഞ്ഞു. ചെന്താമര നേരത്തെ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി ബന്ധുക്കൾ 24-നോട് വെളിപ്പെടുത്തി. കൊടുവാൾ ഉപയോഗിച്ച് വെട്ടാൻ ശ്രമിച്ചതോടെയാണ് ഭാര്യ ഉപേക്ഷിച്ചു പോയതെന്നും ബന്ധുക്കൾ. കൊടുവാളം കൊണ്ട് വെട്ടാൻ പോയപ്പോൾ അവള് എങ്ങനെയോ ദൈവവൃത്തം കൊണ്ട് കൊടുവാളിനെ തട്ടിയിട്ട് അവിടെ നിന്ന് രാത്രി ഓടിയിട്ട് പോയിട്ട് മറ്റേ ഇതിൽ പോയി, പിന്നെ മൈലാത്തൻ്റെ വീട്ടിൽ പോയി. അയൽക്കൂട്ടമാണ്. അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ അവൾ രക്ഷപ്പെട്ടു. മാങ്ങളിനെ വരാൻ പറ്റും. അവിടെ നിന്ന് വണ്ടി കയറ്റി വിട്ട് പിറ്റേ ദിവസം അങ്ങനെ പോയതല്ലാണ്ട് പിന്നെ വന്നിട്ടില്ല. ഭാര്യയെ നിരന്തരം ചെന്താമര ആക്രമിക്കുമായിരുന്നുവെന്നും ബന്ധുക്കൾ വെളിപ്പെടുത്തുന്നു. 24 പാലക്കാട്.